നമസ്കാരം. റെക്കോർഡ് ഉയരത്തിൽ നിന്ന് മാർക്കറ്റ് കുത്തനെ താഴേക്ക് വീഴുന്നത് കണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ നഷ്ടത്തിലാകുമോ അല്ലെങ്കിൽ ഓൾറെഡി നഷ്ടത്തിലായി എന്ന് പേടിച്ചിരിക്കുന്നവരാണ് നമ്മളെല്ലാം. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് സെൻസെക്സ് ഏതാണ്ട് 2700-ലധികം പോയിന്റാണ് ഇടിഞ്ഞത്. നിഫ്റ്റി 25,700 എന്ന നിർണായക ലെവലും ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. ഈ വീഴ്ച കണ്ട് പലരും പേടിച്ച കയ്യിലുള്ള നല്ല സ്റ്റോക്കുകൾ പോലും വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതൊരു വിൽക്കാനുള്ള സമയമല്ല, മറിച്ച് വിപണിയെ കുറിച്ച് പഠിച്ച് അവസരങ്ങൾ കണ്ടെത്താനുള്ള സമയമാണ്. വരുന്ന ആഴ്ച, അതായത് ജനുവരി 16 വെള്ളിയാഴ്ച വരെ ഇന്ത്യൻ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഈ ഒരു ഇടിവ് നിങ്ങൾക്കൊരു സുവർണ അവസരമാക്കി മാറ്റാൻ കഴിഞ്ഞു. അടുത്ത കുറച്ച് മിനിറ്റുകളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന അതിനെക്കുറിച്ചാണ്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. വെൽക്കം ടു ദ വീക്ക്ലി റൗണ്ട്. പുതുവർഷത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു. നിഫ്റ്റി 26,300 കടന്നു. എന്നാൽ ഈ കുതിപ്പ് അധിക നാൾ നീണ്ടു നിന്നില്ല. കഴിഞ്ഞ 5 ദിവസമായിട്ട് മാർക്കറ്റ് തുടർച്ചയായിട്ട് താഴേക്കാണ്. അപ്പോൾ ഇതിന്റെ കാരണം എന്താണ്? പ്രധാനമായിട്ടും 4 കാരണങ്ങളാണ് ഈ ഒരു മാർക്കറ്റ് ഫോളിന്റെ കാരണങ്ങളായിട്ട് പറയാനുള്ളത്. ഒന്നാമത്തേത് പ്രോഫിറ്റ് ബുക്കിംഗ്. 2025 ഗംഭീര റാലി കിട്ടിയ പല നിക്ഷേപകരും പുതുവർഷത്തിന്റെ തുടക്കത്തിൽ ലാഭമെടുക്കാൻ തീരുമാനിച്ചു. ഇത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഓയിൽ ആൻഡ് ഗ്യാസ്, FMCG പോലെയുള്ള സെക്ടറുകളിൽ വലിയ തോതിലുള്ള വിൽപ്പന സമ്മർദ്ദം നമ്മൾ കണ്ടു. രണ്ടാമത്തെ കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ഒരു വിൽപ്പനയാണ്. ജനുവരി തുടങ്ങിയത് മുതൽ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പണം പിൻവലിക്കുകയാണ്. ജനുവരി 8 വ്യാഴാഴ്ച മാത്രം ഏതാണ്ട് 3,769 കോടിയുടെ ഓഹരികളാണ് അവർ വിറ്റഴിച്ചത്. ഈ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിനെ കാര്യമായിട്ട് തന്നെ താഴേക്ക് വലിക്കുകയുണ്ടായി. മൂന്നാമത്തെ കാരണം ആഗോളതലത്തിലുള്ള ചില അനിശ്ചിതത്വങ്ങളാണ്. അമേരിക്കയുടെ വ്യാപാര നയങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ഉയർന്നു വരികയാണ്. ആഗോള വിപണി ഇത് കാര്യമായിട്ട് അലട്ടുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫുകൾ സംബന്ധിച്ച നിയമപരമായ നീക്കങ്ങളും ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിച്ചേക്കാവുന്ന പുതിയ താരിഫ് സാധ്യതകളുമാണ് ഇതിന് പിന്നിലുള്ളത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് വലിയ അളവിൽ എണ്ണ വാങ്ങുന്ന സാഹചര്യത്തിൽ ഇത്തരം വാർത്തകൾ നമ്മുടെ വിപണിയെയും സ്വാഭാവികമായിട്ട് ബാധിക്കുകയുണ്ട്. നാലാമതായിട്ട് ചില പ്രധാനപ്പെട്ട ഓഹരികളിൽ വന്ന കനത്ത ഇടിവാണ്. ഉദാഹരണത്തിന് FMCGയിലെ ഭീമനായിട്ടുള്ള ITC ഓഹരിയിൽ വലിയൊരു വീഴ്ചയുണ്ടായി. സിഗരറ്റുകളുടെ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയേക്കും എന്ന വാർത്തകളാണ് ഇതിന് കാരണമായത്. ഇത്രയും വലിയൊരു ഓഹരി വീഴുമ്പോൾ അത് ആ ഒരു സെക്ടറിനെയും തുടർന്ന് മാർക്കറ്റിനെയും മൊത്തത്തിൽ സമ്മർദ്ദത്തിലാക്കും. ചുരുക്കം പറഞ്ഞാൽ ലാഭമെടുപ്പും വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റവും ആഗോള സാഹചര്യങ്ങളും ഒക്കെ ചേർന്നാണ് മാർക്കറ്റിനെ ഈ ഒരു റെക്കോർഡ് ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിപ്പിച്ചത്. അപ്പോൾ അടുത്ത ആഴ്ച വളരെ നിർണായകമാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാർക്കറ്റ് ഇനിയും താഴേക്ക് പോകുമോ അതോ തിരിച്ചു കയറും? വരുന്ന ആഴ്ച ജനുവരി 16 വരെയുള്ള ദിവസങ്ങൾ ഇതിന് സൂചന നൽകും. പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കമ്പനികളുടെ 3-ാം പാദ റിസൾട്ടുകൾ വരുന്നുണ്ട്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലെ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ അടുത്ത ആഴ്ച മുതൽ വന്നു തുടങ്ങും. ജനുവരി 12 TCS, HCL ടെക് പോലെയുള്ള IT കമ്പനികളുടെ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തുടർന്ന് ജനുവരി 14 ഇൻഫോസിസിന്റെയും 17 HDFC, ICICI പോലെയുള്ള ബാങ്കുകളുടെയും റിസൾട്ടുകൾ വന്നേക്കും. കമ്പനികളുടെ പ്രകടനം പ്രതീക്ഷിച്ചാലും നല്ലതാണെങ്കിൽ അത് മാർക്കറ്റിന് പുതിയൊരു ഉണർവ് നൽകും. മറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ഇടിവ് കണ്ടിന്യൂ ചെയ്യും. രണ്ടാമതായിട്ട് ബാങ്കിംഗ് സെക്ടർ. നമ്മുടെ കേരളത്തിലെ നമ്മളെ പോലെയുള്ള നിക്ഷേപകർക്ക് ഏറെ താല്പര്യമുള്ള ഫെഡറൽ ബാങ്കിന്റെ ഒരു പ്രധാനപ്പെട്ട ബോർഡ് മീറ്റിംഗ് ജനുവരി 16 വെള്ളിയാഴ്ച വരുന്നുണ്ട്. ഈ മീറ്റിംഗിൽ ബാങ്കിന്റെ 3-ാം പാദ റിസൾട്ടുകൾ ചർച്ച ചെയ്യും. ബാങ്കിന്റെ ലോൺ വളർച്ച, കിട്ടാക്കടത്തിന്റെ അവസ്ഥ, മാനേജ്മെന്റ് ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാട്, ഇതെല്ലാം മാർക്കറ്റ് ഉറ്റുനോക്കിയാണ്. ഈ റിസൾട്ട് ബാങ്കിംഗ് സെക്ടറിന് മൊത്തത്തിലൊരു ദിശാസൂചകമായിരിക്കും. മൂന്നാമത്തേത് ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നുള്ള സൂചനകളാണ്. അമേരിക്കൻ വിപണി എങ്ങനെ പ്രതികരിക്കുന്നു, ക്രൂഡ് ഓയിലിന്റെ വില, ഡോളറിനെതിരെ രൂപയുടെ മൂല്യം, ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിനെയും സ്വാധീനിക്കും. താരിഫ് സംബന്ധിച്ച് പുതിയ വാർത്തകൾ എന്തെങ്കിലും വന്നാൽ അത് മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി 4-ാമതായിട്ട് വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിനെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. ഫെബ്രുവരിയിലാണ് ബജറ്റ്. ഓരോ സെക്ടറും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഈ ഒരു പ്രതീക്ഷകൾ അടുത്ത ആഴ്ചയിൽ മാർക്കറ്റിലെ ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഓട്ടോ, ഇൻഫ്ര, അഗ്രികൾച്ചർ പോലെയുള്ള മേഖലകളിലുള്ള സ്റ്റോക്കുകളിൽ നല്ല ശ്രദ്ധ വേണം. 5-ാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടെക്നിക്കൽ ലെവൽസ് ആണ്. ഈ ഒരു ലെവലുകൾ തീർച്ചയായിട്ടും പഠനാവശ്യത്തിനുള്ളതാണ്, അല്ല ട്രേഡിംഗ് ഉപദേശങ്ങളായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. നിലവിൽ നിഫ്റ്റിക്ക് 25,700-നും അതിന് താഴെ 25,440 ഒരു സപ്പോർട്ടുണ്ട്. അതായത് ഈ ലെവലുകളിൽ എത്തുമ്പോൾ വാങ്ങാൻ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ 25,970-നും 26,050-നും വിൽപ്പന സമ്മർദ്ദം നേരിടാം. ഈ ഒരു ലെവലുകൾക്ക് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 59,400, 59,050 എന്നിവ സപ്പോർട്ട് ലെവലായിട്ടും 60,000, 60,355 എന്നിവ റെസിസ്റ്റൻസ് ലെവലായിട്ടും പ്രവർത്തിച്ചേക്കാം. ഈ ഒരു ലെവലുകൾ ശ്രദ്ധിക്കുന്നത് മാർക്കറ്റിന്റെ ഒരു ദിശ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂടുതൽ മാർക്കറ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റുകളായിട്ട് താഴെ അറിയിക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ ഒരു ഊർജ്ജമാണ്. ഇനി നമ്മളുടെ ഈ മാർക്കറ്റിന്റെ ഈ ഒരു വീഴ്ചയെ നമുക്ക് എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാം എന്നതിനെ പറ്റി നമുക്കൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിലേക്ക് വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇടിവിനെ എങ്ങനെ ഒരു അവസരമാക്കി മാറ്റാം എന്നുള്ളതാണ്.
പേടിച്ച് നല്ല കമ്പനികളുടെ ഓഹരികൾ കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് നഷ്ടം സഹിക്കുന്നതിന് പകരം ഈ ഒരു അവസരം മികച്ച ഓഹരികൾ കുറഞ്ഞ വിലയിൽ വാങ്ങാനുള്ള ഒരു സാഹചര്യമായിട്ട് നമുക്ക് കണക്കാക്കാം. ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ച് ഇതൊരു ഹെൽത്തി കറക്ഷൻ മാത്രമാണ്. അതായത് നിർത്താതെ ഓടിയ മാർക്കറ്റ് ഒന്ന് വിതയ്ക്കുന്നു അത്രമാത്രം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നല്ല കമ്പനികളുടെ ഓഹരികൾ ഘട്ടം ഘട്ടമായിട്ട്, അതായത് ഒരു SIP പോലെ തന്നെ വാങ്ങി തുടങ്ങാൻ പറ്റിയ സമയമാണ്. നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കുന്ന ചില ഓഹരികളെ നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഫെഡറൽ ബാങ്ക് ജനുവരി 16 റിസൾട്ട് വരുന്നതുകൊണ്ട് ഈ സ്റ്റോക്ക് ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ട്. റിസൾട്ട് മികച്ചതാണെങ്കിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാം, മോശമായ ഒരു ഇടിവ് കൂടി ഉണ്ടാവും. ദീർഘകാല നിക്ഷേപകർക്ക് ഈ ഒരു സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഓഹരിയാണ്. പക്ഷേ ഉയർന്ന റിട്ടേൺസിനൊപ്പം ഉയർന്ന റിസ്ക്കും ഈ ഓഹരിയിലുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ നിക്ഷേപകർ വളരെ ശ്രദ്ധയോടെ വേണം ഇതിനെ സമീപിക്കാൻ. അടുത്തായിട്ട് റിലയൻസ്, HDFC ബാങ്ക്, SBI ഈ 3 ബാങ്കുകളാണ് ഇന്ത്യൻ മാർക്കറ്റിന്റെ തലവര നിർണ്ണയിക്കുന്ന വമ്പൻ ഓഹരികളാണ്. മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ ഈ ഓഹരികളുടെ വിലയും കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കമ്പനികളായതുകൊണ്ട് തന്നെ ദീർഘകാലത്തേക്ക് നിക്ഷേപം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഓഹരികളുടെ ഓരോ വീഴ്ചയും ഓരോ അവസരങ്ങളാണ്. അടുത്തായിട്ട് ITC. ഈ ഓഹരിയിലെ വീഴ്ച നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എത്ര വലിയ ബ്ലൂ ചിപ്പ് കമ്പനിയാണെങ്കിലും സർക്കാർ നയങ്ങളുടെ ഒരു മാറ്റം, പോളിസി റിസ്കുകൾ അതിനെ എങ്ങനെ ബാധിക്കും എന്നത് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് ITCയെ കാണാവുന്നതാണ്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നേ ഉള്ളൂ, ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് നിങ്ങളുടെ നിക്ഷേപം ഒരു ഓഹരിയിലോ അല്ലെങ്കിൽ ഒരു സെക്ടറിലോ ഒതുക്കാതെ പല ഓഹരികളിലായിട്ട് അല്ലെങ്കിൽ പല സെക്ടറുകളിലായിട്ട് ഇങ്ങനെ വിന്യസിക്കണം. പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നവർക്ക് ഈ ഒരു അവസരം എങ്ങനെ മുതലെടുക്കാം എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒറ്റയടിക്ക് വലിയൊരു തുക നിക്ഷേപിക്കാതെ Nifty 50 ഇൻഡെക്സ് ഫണ്ടുകളിലോ അല്ലെങ്കിൽ നല്ല ബ്ലൂ ചിപ്പ് ഓഹരികളിലോ ഒക്കെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി എല്ലാ മാസവും ഒരു നിശ്ചിത തുക നിക്ഷേപിക്കാൻ തുടങ്ങാം. ഇത് മാർക്കറ്റിലെ കയറ്റിറക്കങ്ങളുടെ ആ ഒരു റിസ്ക് ഒരുപാട് കുറയ്ക്കാൻ സഹായിക്കും. അപ്പൊ നമുക്ക് ഇനി ഒരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. മാർക്കറ്റ് റെക്കോർഡ് ഉയരത്തിൽ നിന്ന് താഴേക്ക് വന്നത് പലരെയും പേടിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ ഇതിനെ ഒരു അപകടമായിട്ട് കാണരുത്. മാർക്കറ്റ് എപ്പോഴും നേർരേഖയിൽ മുകളിലേക്ക് പോയില്ല. ഇത്തരം തിരുത്തലുകൾ മാർക്കറ്റിന്റെ ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്. വരുന്ന ആഴ്ചയിലെ കമ്പനികളുടെ റിസൾട്ടുകളും ആഗോള സൂചനകളും മാർക്കറ്റിന്റെ അടുത്ത ഘട്ടത്തിലെ ദിശ നിർണ്ണയിക്കും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. പരിഭ്രാന്തരായിട്ട് കയ്യിലുള്ള നല്ല ഓഹരികൾ വിറ്റ് നഷ്ടം സഹിക്കാതിരിക്കുക. പകരം അടിസ്ഥാനപരമായിട്ട് ശക്തമായിട്ടുള്ള കമ്പനികളെ കണ്ടെത്താൻ അവയിൽ കുറഞ്ഞ വിലയ്ക്ക് നിക്ഷേപം തുടങ്ങാനുമുള്ള അവസരമായിട്ട് ഇതിനെ കാണുക. ഓഹരി വിപണിയിൽ പണം ഉണ്ടാക്കുന്നത് വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ അല്ല, ക്ഷമയോടെ കാത്തിരിക്കുമ്പോഴാണ്. അടുത്ത ആഴ്ചയിലെ പ്രധാന മാർക്കറ്റ് വിശേഷങ്ങൾക്കായിട്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.